സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ നമ്മുടെ ലോക്സഭ തെരഞ്ഞെടുപ്പില് ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ ആകെ പ്രശ്നത്തിലാക്കിയ ഒരു നേതാവ് നമ്മുടെ VD സതീശനായിരിക്കും, നമ്മുടെ പ്രതിപക്ഷ നേതാവ്. നമുക്ക് VD സതീശനെ അറിയാം. എപ്പോഴൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടുള്ള മാധ്യമങ്ങളെ കണ്ട നിമിഷങ്ങളിൽ മുഴുവൻ എന്തെങ്കിലും ആരോപണങ്ങളായിട്ട് വരും. ആ ആരോപണത്തിന് വാലും തുമ്പും ഉണ്ടാവില്ല. മിക്കവാറും ആരോപണത്തിന്റെ വാലും വേരൊക്കെ പിടിച്ചിട്ട് കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികളെ കേരളത്തിലേക്ക് വരും. കേരളത്തിലേക്ക് വന്നിട്ട് അന്വേഷണം നടത്തി തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് കൂടി കൊടുത്തിട്ടായിരിക്കും ആ ഒരു ഏജൻസികളൊക്കെ തിരിച്ചു പോവുക. ഇത്തരം വാർത്തകളൊക്കെ കൊടുത്ത മാധ്യമങ്ങളടക്കം സായായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇനിയിപ്പോ VD സതീശൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കണോ എന്ന സംശയം പോലും ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. നോക്കിക്കോളൂ, VD സതീശൻ പറയുന്നത് ഞങ്ങൾ ഒരു 20 സീറ്റോളം പിടിക്കും എന്നൊക്കെ പറഞ്ഞ VD സതീശൻ പോയത്. ഇപ്പൊ അതിനുശേഷം VD സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പൊ കാണുന്നില്ല. ഇവ നമ്മുടെ കുഴൽനാടൻ കേസ് ആകെ കോൺഗ്രസ് നാണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് തന്നെ വേരറക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ ആ ഒരു മാസപ്പിടി കേസ് മേലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചെറിയ പരാമർശം നടത്താൻ പോലും നമ്മുടെ ഇദ്ദേഹം പുറത്തേക്ക് വന്നിട്ടില്ല. എനിക്ക് ഓർമ്മയുള്ളത് ആ യദു നമ്മുടെ ആര്യ രാജേന്ദ്ര കേസിലുള്ള സമയത്ത് യദുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങാണ്ടോ നമ്മുടെ VD സതീശന് എഴുതിയിട്ടുള്ള ഒരു സംശയമുണ്ട്. അങ്ങനെ എൻ്റെ മുമ്പിലൂടെ അങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോലെ ഒരു ഓർമ്മയുണ്ട്. ഞാൻ നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അത് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. എന്തൊക്കെയായാലും മാധ്യമങ്ങൾ ഇപ്പൊ കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. വാർത്താ സമയങ്ങളൊന്നും അദ്ദേഹം നടത്തുന്നില്ല. നടത്തിയ സമ്മേളനമൊക്കെ ഭയങ്കരമായിട്ട് പരാജയമാണ്. ഈ പരാജയങ്ങളൊക്കെ തുടങ്ങുന്നത് നമ്മുടെ ഈ ഇലക്ഷൻ സമയത്ത്, ഇലക്ഷൻ തൊട്ടു മുമ്പൊക്കെ തന്നെയായിരുന്നു. പൗരത്വ ഭേദഗതി നിയമം അതിനെക്കുറിച്ചിട്ട് നമ്മുടെ UDFന്റെ ഇന്ത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ ഒന്നും കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയില് ഈ വാഗ്ദാന പത്രികയില് നമ്മുടെ ആ ഒരു പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചും പറയുന്നില്ലല്ലോ. LDF ആണെങ്കിൽ അത് നടപ്പിലാക്കില്ല, പരിപൂർണമായിട്ട് അതിനെ എതിർക്കും, കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നെങ്കിലും പറയുന്നുണ്ട്. നിങ്ങൾ എന്തോന്നും പറയാത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞ സമയത്ത് മാധ്യമ മുമ്പിൽ പറഞ്ഞത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ അതുണ്ട്, ഞങ്ങളുടെ ആ ഒരു പത്രികയിൽ അതുണ്ട്, അത് എത്രാമത്തെ പേജിൽ എത്രാമത്തെ ഖണ്ഡികയായിട്ട് അത് ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ എത്ര ദിവസം കഴിഞ്ഞിട്ട് അത് കാണാനില്ല. അവസാനം അതിന്റെ നേതൃസ്ഥാനത്തിന് വന്ന് പറഞ്ഞു, അതിന്റെ നേതൃസ്ഥാനത്തിലെ ആളുകൾ തന്നെ വന്ന് പറഞ്ഞു, ഞങ്ങൾ ആ പേജിൽ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് ഒഴിവാക്കി. NIA കുറിച്ചുള്ള പരാമർശം ഞങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞില്ല, അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയതാണ്. നമ്മുടെ പൊതുജനങ്ങളെ ജീവനെ ബാധിക്കുന്ന, താമസ സ്ഥലത്തെ ബാധിക്കുന്ന, അവരുടെ സ്വത്വത്തെ ബാധിക്കുന്ന, അവരുടെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു വലിയ വിഷയത്തെ കുറിച്ച് എഴുതാനുള്ള സ്പേസ് ഇവരുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്തായാലും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് നുണ, മാധ്യമങ്ങളോട് പറഞ്ഞ ബെസ്റ്റ് നുണ എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ഒരു നുണയായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ള ഒന്ന് BJP ആണ്, രണ്ടാമത് വാങ്ങിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ്, ഒരു സംശയമില്ല. പിന്നീട് അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിക്കാത്ത പാർട്ടികളൊന്നും മുസ്ലിം ലീഗാണ്. അതിനേക്കാൾ ബെസ്റ്റ് ഇത് ഒരു അഴിമതിയാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് CPM ആണ്. CPM തൊട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഇലക്ട്രൽ ബോണ്ട് CPM, അങ്ങനത്തെ ഒരു അഴിമതി CPM നടത്തിയിട്ടില്ല എന്ന് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയുന്നതാണ്. ആരൊക്കെ നടത്തി, എങ്ങനെയൊക്കെ നടത്തി, ആർക്ക് കിട്ടി, എത്രക്ക് കിട്ടി എന്ന് കോടതി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ലിസ്റ്റ് അടക്കം നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലേക്ക് സമയത്താണ് VD സതീശൻ പത്രസമ്മേളനം വിളിച്ചു പറയുന്നത് നമ്മുടെ LDF, അതായത് CPM പണം വാങ്ങിച്ചിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ആ പത്രസമ്മേളനം കൊണ്ട് തന്നെ കാര്യം തീരുമാനമായി. അതിന് ഉത്തരം LDF കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. പത്രക്കാരൻ എടുത്തിട്ട് തേച്ചൊട്ടിച്ചെന്നെ കളഞ്ഞു. കാരണം അവരെ അതിൽ ലിസ്റ്റ് ഉണ്ടെന്നേ, ആരൊക്കെ വാങ്ങിച്ചത് ലിസ്റ്റ് ഉണ്ട്. ചോദിച്ചു, ഇതിൽ LDFന്റെ ലിസ്റ്റില്ലല്ലോ, കൃത്യമായിട്ട് ഇറക്കിയ ഒരു നോട്ടീസാണത്, ഇതിൽ LDFന്റെ ലിസ്റ്റ് ഇല്ല, വാങ്ങിച്ചൊന്ന് നിങ്ങളാണ് എന്ത് ഉത്തരം പറയാനുള്ളത് ചോദിച്ചപ്പോൾ ആകെ കുഴമ്പൻ നാറിപ്പോയി എന്ന് പറയില്ലേ, അങ്ങനെ ആകെ നാറിപ്പോയി ആ പാവം മനുഷ്യൻ. എന്തൊക്കെയായാലും ഇലക്ട്രൽ ബോണ്ടിന് നുണയ്ക്ക് ശേഷം പിന്നെ ഒരു നിൽക്കക്കളിയില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഏകദേശം പൊതുജനങ്ങൾക്കൊക്കെ മനസ്സിലായി UDFന് ഒരിക്കലും പൊതുജനങ്ങളൊപ്പം നിൽക്കാൻ സാധിക്കില്ല, LDFന് മാത്രം സാധിക്കില്ല, LDF ഉണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ എന്ന തോന്നലേക്കൊക്കെ നമ്മുടെ പൊതുജനങ്ങളൊക്കെ മെല്ലെ മെല്ലെ മാറാനൊക്കെ തുടങ്ങി എന്നർത്ഥം. അങ്ങനെ സംഘപരിവാറുകളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് രാഹുലാണ്. അതുകൊണ്ടാണ് രാഹുൽ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് എന്നുകൂടി VD സതീശൻ പറഞ്ഞു. സംഘപരിവാറിനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് കുറെ ഇങ്ങനെ സംഘപരിവാറിനെ ഭയപ്പെടുത്തുക, രാഹുൽ സംഘപരിവാറിനെ ഭയപ്പെടുത്തുകയാണ്, രാഹുൽ സംഘപരിവാറിനെ ഭയപ്പെടുത്തുകയാണ്, രാഹുൽ എന്നിങ്ങനെ കുറെ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകര് നേരെ പോയി ചോദിച്ചു നമ്മുടെ VD സതീശനോട്, അല്ല സതീശ് ചേട്ടാ നിങ്ങൾ എന്തേ പറയണേ, പ്രതിപക്ഷ നേതാവേ നിങ്ങൾ എന്തായാലും പറയുന്നത് വെറും 9% മാത്രം
വോട്ടിംഗ് ശതമാനമുള്ള ഈ കേരളത്തില് അത്ര മാത്രമാണ് ഈ കേരളത്തില് നമ്മുടെ വയനാട് നമ്മുടെ RSSകാര് BJPക്കാരുള്ളൂ. പിന്നെ എന്തിനാ ഇവിടെ ഒന്ന് മത്സരിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഭയപ്പെടുത്താനുണ്ടെങ്കിൽ ഉത്തരേന്ത്യയില് നമ്മുടെ BJP കോട്ടയിൽ എങ്ങാണ്ട് പോയിട്ട് വേണ്ടേ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ? അതിനും നേരം പോലും ഉത്തരവില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹം നടത്തുന്ന ഒട്ടുമിക്ക പത്രസമ്മേളനങ്ങളും ഒരു തരത്തിലെങ്കിലും LDFന് ഗുണം ചെയ്യുന്നതായിരുന്നു പറയാം. LDFന് ഒരു നല്ല ക്ലീൻ ചിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് LDFന്റെ നല്ല മുഖം ഒന്നുകൂടി തെളിച്ചത്തോടു കൂടിയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നല്ലാതെ വേറെ ഗുണമൊന്നും ഇദ്ദേഹത്തെ കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും ഇലക്ഷന് ശേഷമെങ്കിലും ഇദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ട് ഇനിയും നല്ല രസകരമായ പത്രസമ്മേളനങ്ങൾ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബൈ.